അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു. 176 സ്റ്റേഷനുകളിലാണ് നാളെ വോട്ടിംഗ് നടക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ 6 പഞ്ചായത്തുകളിലായി 176 ബൂത്തുകളാണ് ഉള്ളത്. ഇതിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ വിതരണം കുട്ടിക്കാനം മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെച്ച് നടത്തി. ഏറ്റവും കൂടുതൽ ബൂത്തുകൾ ഉള്ളത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലാണ്. 48 ബൂത്തുകൾ. രാവിലെ 6 മണി മുതൽ 7 മണി വരെ മോക്ക് പോൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടുകൂടി വോട്ടിംഗ് ആരംഭിക്കും. ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് വോട്ടിംഗിനായി എത്തിയിട്ടുള്ളത്. തുടർന്ന് നാളെ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടിംഗ് നടക്കുന്നത്. ഇതിനുശേഷം പോൾ ചെയ്ത വോട്ടിംഗ് മെഷീനുകൾ കുട്ടിക്കാനം മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. തുടർന്ന് 13-ാം തീയതി സ്ട്രോങ് റൂം തുറക്കുകയും വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. തുടർന്ന് EVM മെഷീൻ വോട്ടെണ്ണലും നടക്കും. 176 ബൂത്തുകളിലായി സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 880 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത്. പോളിംഗ് സ്റ്റേഷൻ നടക്കുന്ന 200 മീറ്റർ അകലെ മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ താൽക്കാലിക ബൂത്തുകൾ ഇടാൻ പാടുള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യ മുക്ത ഹരിത തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകളോ മറ്റ് സാധന സാമഗ്രികളോ ഉപയോഗിക്കാൻ പാടില്ല. ബ്ലോക്ക് പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇന്ന് ഏകദേശം 176 ബൂത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പ്രിസൈഡിംഗ് ഓഫീസർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരെ ബൂത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. നാളെ എത്ര മണിക്കാണ് തുടങ്ങുന്നത്? നാളെ തെരഞ്ഞെടുപ്പ് കൃത്യം 7 മണി തൊട്ട് 6 മണി വരെ. രാവിലെ 6 മണിക്ക് മോക്ക് പോൾ ആരംഭിക്കും. 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് തിരഞ്ഞെടുപ്പ്. ഈ സ്ഥലത്ത് തന്നെ, അതായത് മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും ഈ അതായത് പോളിംഗ് സാമഗ്രികളുടെ തിരിച്ചു വാങ്ങൽ. പോളിംഗ് സാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EVM ഉൾപ്പെടെയുള്ള വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ തിരിച്ചു വാങ്ങി സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത്. അതിനുശേഷം 13-ാം തീയതി ആയിരിക്കും ആ സ്ട്രോങ് റൂം തുറന്ന് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 3 വോട്ടുകളാണ് സമ്മതിദായകർക്ക് ചെയ്യാൻ അവകാശം നൽകിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് കൂടാതെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും. ഗ്രാമപഞ്ചായത്തിലേക്കുള്ള EVM മെഷീനിൽ പാർട്ടിയുടെ ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും ഉൾപ്പെടെ വെള്ള നിറത്തിലായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൽ പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത് ആകാശ നീല നിറത്തിലുമായിരിക്കും. രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കൂടിയായ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമ്മതിദായകരും പങ്കെടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.